നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് രേവതി സച്ചിയൊക്കെ ഇങ്ങനെ അന്തം വിട്ടാണ് ചന്ദ്രമതിയെ നോക്കുന്നത്. ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞ കാര്യം അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എടാ മോനെ, നീ ഇപ്പൊ തൽക്കാലത്തേക്ക് ശ്രുതിയെ കാണാൻ പോണ്ട, നാളെ പോയി അവളെ വിളിച്ചാ മതിന്ന്. അല്ലമ്മേ, അമ്മ കാര്യമായിട്ട് തന്നെയാണോ പറയണേ? അതേടാ മോനെ, ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഇല്ല. എങ്കിലൊരു കാര്യം ചെയ്യ, മോൻ മുറിയിലേക്ക് പോയിക്കോ. അല്ലമ്മേ, നമുക്കെന്നാ ഇപ്പൊ തന്നെ പോയി വിളിച്ചോണ്ടിരാ അവളെ ഇങ്ങോട്ടേക്ക്. ഇപ്പൊ വേണ്ട, ഈ സമയം എത്രയെന്ന് ഓർത്തോണ്ടാ നീ ഇരിക്കുന്നേ? പാതിരാത്രി സമയത്താണ്ട ഒരു പെണ്ണിനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോയി വിളിച്ചോണ്ട് വരുന്നേ. അതിനൊക്കെ അതിൻ്റെതായ സമയവും കാലം ഉണ്ടെന്ന് പറഞ്ഞു. അല്ലമ്മേ, ഞാൻ ചെല്ലുമെന്നും പറഞ്ഞോണ്ട് അവൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കോടെ. എടാ, അവളോട് വിളിച്ചു പറഞ്ഞ പോരെ നാളെ വരൂന്ന്. ശരി, എങ്കിൽ ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ശ്രുതി സന്തോഷത്തോട് കൂടിയിട്ട് മുറിയിലേക്ക് കയറിപ്പോയി. സച്ചിൻ രേവതി ഒരു അമ്പരപ്പോടെ നോക്കുവാണ്. ഇത്ര സമയം എതിർപ്പ് പറഞ്ഞിട്ടിരുന്ന ആളാ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര, നീ എടുത്ത തീരുമാനം ഒരു മികച്ച തീരുമാനം തന്നെയാണ്. എന്താണെങ്കിലും വൈകിയാണെങ്കിൽ നീ അവന്റെ മനസ്സ് കണ്ടല്ലോ, ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. സച്ചി ചന്ദ്രമതിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി മുറിയിലേക്ക് ഒന്ന് ശ്രുതിയെ ഫോൺ വിളിച്ചു. അതെ, എനിക്ക് വരാൻ പറ്റില്ല. എന്തൊക്കെയാ ശ്രുതി പറയണേ? ശ്രുതി വരൂന്ന് പ്രതീക്ഷിച്ച് ഞാനിവിടെ ഇരിക്കുമായിരുന്നു. എന്താ പറ്റിയത്? അമ്മ കണ്ടോ? ഇനി അമ്മയുടെ മുന്നിൽ പോയി പെട്ടോ? അങ്ങനെ എന്തേലും സംഭവിച്ചോ? അത് പിന്നെ അമ്മയുടെ മുന്നിൽ പോയി പെട്ടു. ശ്രുതിക്ക് അമ്മ കാണാതെ വരാൻ പറ്റില്ലായിരുന്നോ? അതുപോലെ ശ്രുതിയെ കൊണ്ട് പറ്റില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ടല്ലേ, അമ്മയുടെ മുന്നിൽ പോയി പെട്ടോണ്ടല്ലേ നാളെ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നേ. നാളെ വിളിച്ചോണ്ട് വരുന്നോ? അതേന്നെ, അമ്മ സമ്മതിച്ചു നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. ശ്രുതിക്ക് അമ്പരപ്പായിരുന്നു. സത്യമാണോ ശ്രുതി പറയണേ? ഞാനെന്തിനെ കള്ളത്തരം പറയണേ? അമ്മയുടെ മുന്നിൽ പെട്ടോണ്ടാണ് അമ്മ സമ്മതിച്ചത്. അമ്മ നിന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ ഞാനും അമ്മയും കൂടെ നിന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വരുമെന്ന് പറഞ്ഞു. അത് കേട്ടതും ശ്രുതി പറഞ്ഞു, ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. എന്റെ മനസ്സ് നിറയും ശ്രുതിയായിരുന്നു പറഞ്ഞു. നീ വിഷമിക്കാതെ കിടന്നുറങ്ങു കേട്ടോ, എല്ലാം നമ്മുടെ വരാൻ പോകുന്ന കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ടാ. അതും പറഞ്ഞ് സന്തോഷത്തോടെ കോള് കട്ട് ചെയ്ത് ശ്രുതി. അപ്പോഴേക്കും മീരയോട് ശ്രുതി പറഞ്ഞു, കേട്ടില്ലേ ശ്രുതി പറഞ്ഞത്? നാളെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രുതിയും എന്റെ അമ്മായിമ്മയും കൂടെ വരുമെന്ന്. എടി, ആ വീട്ടുകാരെല്ലാം മണ്ടന്മാരാണോ? അതെന്താ? നീ പറയുന്ന നുണകളല്ല അവര് വിശ്വസിക്കുന്നേ. എടി, വിശ്വസിക്കട്ടെ അവര്. എന്റെ അമ്മായിമ്മ ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല. എന്നെ അവിടുന്ന് അടിച്ച് പുറത്താക്കിയത് അതെല്ലാം മനസ്സിലുണ്ട്. ഞാൻ അങ്ങോട്ടേക്കൊന്ന് ചെന്ന് കയറട്ടെ, അവർക്കുള്ളത് ഞാൻ എന്താളും കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ്, തന്റെ തന്ത്രം വിജയിച്ചല്ലോന്ന്. പിറ്റേ ദിവസം രാവിലെയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി രേവതിയും കൂടെ അടുക്കളയിലാണ്. അപ്പൊ രേവതി കുറച്ച് കായൊക്കെ വറുത്തോണ്ടിരിക്കുക. ആ സമയം സച്ചി പറഞ്ഞു, എന്നാലും അമ്മയുടെ തീരുമാനം അതാ ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അല്ല, അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതെന്താ സച്ചേട്ടാ, നീ ആലോചിച്ചോ? നീ ഒരു കാര്യം ചിന്തിച്ചോ? ഇന്നലെ അമ്മ ഇന്നലെ ശ്രുതിയോട് പറഞ്ഞില്ലേ ശ്രുതിയും കൂടെ പോയി വിളിച്ചോണ്ടിരാന്ന്. പക്ഷേ അമ്മയുടെ മുഖത്ത് ആ സമയത്ത് വേറെ എന്തൊക്കെയോ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു തോന്നേ. അതൊക്കെ സച്ചേട്ടന് വെറും തോന്നല. അല്ലടി, ഞാൻ സത്യമായിട്ട് പറയണ കാര്യങ്ങളാ. അമ്മ വേറെ എന്തൊക്കെയോ തന്ത്രങ്ങൾ മെനയുന്നുണ്ടോന്നൊരു സംശയം. ഒരു തന്ത്രങ്ങളും ഇല്ല. അമ്മ എന്താളും കൂട്ടിക്കൊണ്ട് വരാൻ തീരുമാനിച്ചില്ലേ? അധികം വൈകാതെ ഇവിടെ 2 കുട്ടികൾ ഓടിക്കളിക്കുമെന്ന് പറഞ്ഞു. 2 കുട്ടികളല്ല, 1. അപ്പോഴൊന്നോ? വർഷം മാത്രം പ്രഗ്നന്റ്. അതിനെ പാർലടുത്ത് പ്രഗ്നന്റ് ആണെങ്കിലല്ലേ? എന്റെ സച്ചേട്ടൻ ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇതിനു മുമ്പ് പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വീണ്ടും കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് വരുക, അത്രയൊക്കെയോ ഞാനും കരുതുന്നുള്ളൂ എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, ഈ സച്ചേന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതി ഒന്ന് രേവതിയെ സച്ചിയെ നോക്കി. അപ്പൊ സച്ചി രേവതി വറുത്തിരുന്ന കായ്ക്കുട്ട് കുറച്ചെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സച്ചിയെ പാത്രം ഒന്ന് നീക്കി കൊടുത്തിട്ട്, അതാ അമ്മയ്ക്ക് വേണോ? കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, വേണ്ടട മോനെന്ന് പറഞ്ഞു. മോനേന്നാ? ഇങ്ങനെയൊന്നും വിളിക്കാറുള്ളതല്ല. അപ്പോഴേക്കും രേവതിയെ നോക്കിയിട്ട് സച്ചി പറഞ്ഞു, രേവതി, ഞാൻ ഈ കേൾക്കണമൊക്കെ സത്യമാണോ അതോ വല്ല സ്വപ്നം കാണുന്നതാണോ? നീ എന്നെ ഒന്ന് നുള്ളാൻ പറഞ്ഞു. രേവതി പറഞ്ഞു, അതാ എനിക്കും മനസ്സിലാത്ത സച്ചേട്ടാ. രേവതിക്ക് മനസ്സിലായില്ല, മോനെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനുവേ. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഞാൻ നിന്നെ തന്നെ വിളിച്ചെന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, അല്ല, നിനക്ക് ഇന്ന് വല്ല ട്രിപ്പ് ഉണ്ടോ? ബുക്ക് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇല്ലമ്മ, ഇന്ന് എനിക്ക് ഓട്ടോ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഇവിടെ വന്നിരിക്കുമായിരുന്നു. ആരെങ്കിലും വിളിച്ചാൽ പോണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ എനിക്കൊരു ഓട്ടം വരുവോ? ഞാൻ പൈസയൊക്കെ തരാം. അമ്മ പൈസ തരാനോ? പൈസ തരേണ്ട കാര്യമൊന്നുമില്ല. അമ്മ എവിടെ വിളിച്ചാലും ഞാൻ വരത്തില്ലേ? പിന്നെ അമ്മ എന്തിനാ പൈസ തരുന്നേന്ന് ചോദിച്ചു.
അല്ലമ്മേ എവിടെ പോണ്ടേന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ പറയാന്ന് പറഞ്ഞു. നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതെ, ശ്രുതിയെ കൊണ്ടുവരാനായിട്ടാന്ന് പറഞ്ഞു. പാർലെടുത്തിയോ? അല്ല, അതിനിപ്പം ആ, സുധിക്കും അമ്മയ്ക്കും കൂടെ സുധിയുടെ കാർ പോയാ പോരെ എന്ന് ചോദിച്ചു. അത് ശരിയാകത്തില്ല. സുധിയുടെ കാർ എടുക്കണ്ട. നീ വേണം ഞങ്ങളോടൊപ്പം വരാനായിട്ട്. ഞാനോ? അതെ. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു ഉപകാരം കൂടി ചെയ്തു തരാമെന്ന് ചോദിച്ചു. ഉപകാരമോ? അതെ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. ഹെൽപ്പ് ചെയ്യാനോ? അമ്മ പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ചന്ദ്രമതി പറയണേ, നമ്മൾ ഇവിടുന്ന് ശ്രുതിയെ കൊണ്ടുപോകാനായിട്ട് ചെല്ലുന്നു. എന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ പറയണേ. അതെന്താന്ന് പറയുന്നില്ല. ഒടുവിലെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, സൂപ്പർ ആയിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിന് ഞാൻ അമ്മയോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. എങ്കിൽ നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, ഞാൻ പോയി റെഡി ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു, എന്നാലും സച്ചേട്ടാ അമ്മ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ. അമ്മയുടെ ബുദ്ധി അപാരം തന്നെ. സച്ചി പറഞ്ഞു, അമ്മ ഒരു കില്ലാടി തന്നെ. അല്ലായിരുന്നെങ്കിലോ ഇങ്ങനൊരു തീരുമാനം അമ്മ എടുക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ചന്ദ്രമതി ഒരുങ്ങി സിറ്റൗട്ട് നിൽക്കുമ്പോഴത്തേനും സുധി വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇറങ്ങിയാലോ അമ്മേന്ന് ചോദിച്ചു. നിക്ക് അവനും കൂടെ വരട്ടെ സച്ചി. അവൻ വരുന്നുണ്ടോ? എടാ അവന്റെ കാറിനല്ലേ നമ്മൾ പോന്നേ. എന്തിനാ അമ്മ അവന്റെ കാറ്? എനിക്ക് കാറുണ്ടല്ലോ, എനിക്ക് എന്റെ കാറിന് പോയാൽ മതി. അതൊന്നും ശരിയാകത്തില്ല. അവനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവനും കൂടെ വരട്ടെ. അല്ലെങ്കിലും നീ ഇപ്പം വേറെ ലോകത്തായിരിക്കും. ശ്രുതിയെ കുറിച്ച് തന്നെയായിരിക്കും നിന്റെ മനസ്സിലെ ചിന്ത. ആ സമയത്ത് ശരിയാകത്തില്ല. അതെ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വല്ല ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവും. മനസ്സിൽ വേറെ കാര്യങ്ങളൊക്കെ ഓർത്തുണ്ട്. അതുകൊണ്ട് സച്ചി ഡ്രൈവ് ചെയ്യുന്ന നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴാണ് സച്ചിയുടെ വരവ്. സച്ചി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തിന് സുധി പറഞ്ഞു, ഏട്ടാ ഞങ്ങൾ പോയിക്കോളാം. അതെ, തൽക്കാലത്തേക്ക് വേണ്ട, ബാ അമ്മ കേറ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിലെ ചന്ദ്രമതി കേറി. പിന്നെ സുധി ഓർത്തു, എന്തേലും ആട്ടെ, അവളെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയല്ലോ. ചന്ദ്രമതി പറയുകയും ചെയ്തു, നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ട് വരാന്ന്. അതുകൊണ്ട് പിന്നെ സുധിക്ക് എന്തേലും പറയാൻ പറ്റുമോ? അങ്ങനെ അവർ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ദേവു അരുണിന്റെ വീട്ടിലെത്തി അരുണിന്റെ അമ്മേനെ പരിചരിക്കുകയാണ്. അപ്പൊ അവർക്ക് പനിയും കാര്യങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു. അതിനെ വെച്ചിട്ട് കഞ്ഞിയൊക്കെ വെച്ച് അതൊക്കെ കോരി കൊടുക്കുകയാണ്. അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട് മോളെന്ന് പറഞ്ഞു. മോൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ഒരസുഖം വരത്തില്ല. മോളുള്ളത് എത്ര സമാധാനമാണെന്ന് അറിയാവൂന്ന് പറഞ്ഞു. അമ്മ വിഷമിക്കൊന്നും വേണ്ട, അരുണേട്ടൻ വന്നതിന് ശേഷമേ ഞാൻ പോകുന്നുള്ളൂ. അതുവരെ ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുൺ വന്നേ. അതെ, എനിക്കിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഡ്യൂട്ടി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ദേവുവിനെ വിളിച്ചതെന്ന് പറഞ്ഞു. അത് സാരില്ല അരുണേട്ടാ, ഇതേ അമ്മയ്ക്ക് ഇപ്പം കുറച്ച് കുറവുണ്ട്, പനിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഇനി എങ്ങനെ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. പോവാനോ? ആഹാ, നല്ല കഥയായി. അല്ല അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടമ്മേന്ന് ചോദിച്ചാണ്. എനിക്കൊരു കുഴപ്പമില്ലടാ. എന്റെ മോള് വന്ന പിന്നെ എനിക്ക് ഒരു പ്രശ്നമില്ല. അവൾ എന്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ഒരു പനി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. കണ്ടില്ല അമ്മ പറഞ്ഞത്? അതെ, എത്രയും പെട്ടെന്ന് തന്നെ മോളെ ഇവിടെ കൊണ്ടു സ്ഥിരമായിട്ട് നിർത്താനുള്ള പരിപാടികൾ ഞാൻ നോക്കാം. അമ്മ സമാധാനമായിട്ട് ഇരിക്കുക. ദേവു നീ കുറച്ച് സമയം കൂടി ഇരിക്കുക, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അരുണകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയത്ത് ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതി സച്ചി ചന്ദ്രമതിയും കൂടെ വരുവാണ്. അങ്ങനെ അവരങ്ങോട്ട് വരുമ്പോഴത്തേനും മീര ഇറങ്ങിച്ചെന്നു. മീരയെ കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു, അല്ല ശ്രുതി എന്തിയേ? അതെ, കാത്തിരിക്കുമായിരുന്നു. ഇപ്പൊ അവിടെ പോയി കിടക്കുക, ഞാൻ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ ശ്രുതി ഇറങ്ങി വന്നു. ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഓടി വന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയത്ത് ശ്രുതി ചോദിച്ചു, നിനക്ക് കുഴപ്പമൊന്നും ഇല്ല, സുഖമാണല്ലോ അല്ലേന്ന് ചോദിച്ചു. മീര പറഞ്ഞു, എപ്പോഴും കിടപ്പ് തന്നെയാ, ഛർദിക്കും, വന്ന് കിടക്കും, ഇതൊക്കെ തന്നെയാ. അയ്യോ അങ്ങനെയൊക്കെയാണോ? നീ നിന്റെ ആരോഗ്യകാര്യങ്ങളൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ലേ? അത് പിന്നെ ശ്രുതി, മനസ്സിന്റെ ഒരു സമാധാനം ഇല്ലെങ്കിൽ എങ്ങനെയാ? എനിക്ക് ശ്രുതിയെ ഒന്ന് കണ്ടാ മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയും നോക്കി ശ്രുതി. അപ്പോഴേക്കും ശ്രുതി എന്നിട്ട് പറഞ്ഞു, അമ്മ എന്നോട് ക്ഷമിക്കണം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശ്രുതിയോട് മാപ്പൊക്കെ പറയുന്നുണ്ട്. ഒടുവില് സച്ചി പറഞ്ഞു, മതി മതി, ഇനി പോയേക്കാം, വീട്ടിൽ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതല്ലേ, ഇറങ്ങിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് ശ്രുതിയുടെ ഭാഗം കാര്യങ്ങളൊക്കെ ശ്രുതി വണ്ടിക്കകത്ത് കൊണ്ടുവച്ചു. മീരയോട് യാത്ര പറഞ്ഞ് ശ്രുതി ഇറങ്ങുവാണ്. ഈ സമയം ചന്ദ്രമതിയുടെ മനസ്സിൽ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാർ അങ്ങോട്ട് നീങ്ങുമ്പോഴത്തേനും മീര മനസ്സിൽ പറഞ്ഞു, പാപം ശ്രുതിയുടെ അമ്മായിമ്മ, അവരുടെ കാര്യം കട്ടപ്പുകയായി. അവർക്കിട്ട് ഇനി ശ്രുതി പണി കൊടുക്കും. എന്നാലും അവർ ഇത്ര പൊട്ടിയായി പോയല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ ചന്ദ്രമതി ആരാന്നുള്ള കാര്യം ഈ പറയുന്ന മീരയ്ക്ക് ശ്രുതിക്കോ അറിയത്തില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ട്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.